ഹായ് നമസ്കാരം, ദാസനാണ് തൃശ്ശൂരിൽ നിന്ന്. ഞാനിപ്പോൾ ഉള്ളത് തൃശ്ശൂർ മത്തൻസ് ഹോട്ടലാണ്. ഞാനും എൻ്റെ സുഹൃത്തുക്കളും കൂടിയിട്ട് ഇവിടെ വന്നിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ രാഗത്തിലേക്ക് വന്നതാണ്. രാഗത്തിൽ നാളെ 9 മണിക്ക് ഷോ. അപ്പോൾ അവിടെ ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുക, ഫ്ലക്സ് ബോർഡുകളൊക്കെ വെച്ചുകൊണ്ടിരിക്കുകയാണ് ഫാൻസുകാർ. അപ്പോൾ അത് വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാണ്. പക്ഷേ കൊടുമഴ എന്നാണ്, കൊടുമഴ 2-3 മണിക്കൂറായി പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ചായ കഴിക്കാൻ വന്നതാണ്. അപ്പോൾ എൻ്റെ സുഹൃത്തുക്കളുണ്ട്, ബ്ലോക്ക് ബസ്റ്റർ മീഡിയയുടെ മിസ്റ്റർ ഷിജിനുണ്ട് കൂടെ, അതുപോലെ തന്നെ ടൈമൊക്കെയുടെ രാകേഷിൻ്റെ കൂടെ ഞങ്ങൾ ചായ കഴിക്കാൻ വന്നു. ഞങ്ങൾ നമ്മുടെ ഫുൾ ചർച്ച ഇന്ന് മമ്മൂക്കയുടെ ടർബോ എന്ന സിനിമയെക്കുറിച്ചാണ്. ടർബോ എന്ന സിനിമയ്ക്ക് വേണ്ടി ലോകം മുഴുവൻ കാത്തിരിക്കുകയാണ്. 65 രാജ്യങ്ങൾ കാത്തിരിക്കുകയാണ്. അവിടെയൊക്കെയുള്ള ജനങ്ങൾ കാത്തിരിക്കണം. അപ്പോൾ എല്ലാവരും നിരന്തരമായി ഫോൺ ചെയ്തുകൊണ്ടിരിക്കണം. എങ്ങനെ ഉണ്ടായിരിക്കും സിനിമ, നല്ലതായിരിക്കും, അതുപോലെ തന്നെ എത്രമാത്രം ഹോപ്പ് ഉണ്ട് സിനിമ, വിചാരിച്ച ഹൈപ്പ് വന്നില്ലെങ്കിൽ പ്രശ്നമാകും. ധൈര്യമായിട്ടിരുന്നോ, പടം ഗംഭീര പടമാണ്. എല്ലാ കാര്യങ്ങളും നമ്മൾ അറിഞ്ഞു, നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാരുണ്ട്, നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു. ഗംഭീര പടം തന്നെയാണ്, പേടിക്കാണ്ടിരുന്നോ. അപ്പം നമ്മുടെ ഫ്രണ്ട്സിനെ ഞാൻ പരിചയപ്പെടുത്താം. 2 വാക്ക് അവർ സംസാരിക്കും. നിങ്ങളറിയുന്ന ആൾക്കാർ തന്നെയാണ് എല്ലാവരും. ആദ്യമായി ഞാൻ പരിചയപ്പെടുത്തുന്നത് ടൈമൊക്കെയുടെ രാകേഷ് നമുക്ക് പരിചയപ്പെടുത്താം. നിങ്ങളെല്ലാവർക്കും അറിയാം ടൈമൊക്കേനെ. തൃശ്ശൂരിലുള്ള ശരിക്കും പറയാൻ വെച്ചാൽ 3-4 പേരുള്ള ഞങ്ങൾ ശരിക്കും പറയാൻ വെച്ചാൽ ബ്ലോഗർമാരായിട്ട് തൃശ്ശൂർ. അതിലൊരാൾ വന്നിട്ടില്ല, ബാക്കി 3 പേർ കൂടിയുണ്ട്. ഞാൻ എൻ്റെ ചാനലിനും അതേപോലെ തന്നെ നമ്മുടെ സുഹൃത്ത് ഷിജിൻ്റെ ബ്ലോക്ക് ബസ്റ്റർ മീഡിയയ്ക്ക് വേണ്ടി റിപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. അപ്പോൾ എല്ലാവരും നമുക്ക് പരിചയപ്പെടുത്താം. ഷിജിൻ ഫ്രണ്ടിലേക്ക് വരാറില്ല. ഇപ്പോൾ ഞാനാണിപ്പോൾ തൃശ്ശൂർ മുഴുവൻ അദ്ദേഹത്തിൻ്റെ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ടൈമൊക്കെ പരിചയപ്പെടാം, രാകേഷിനെ പരിചയപ്പെടാം. ഓക്കെ, ഹായ് ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ രാകേഷ് ടൈമൊക്കെ. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും എല്ലാവരും. ടൈമൊക്കെ എന്താണ് ടൈമൊക്കെ വലിയൊരു നമ്മളെ പോലെ തന്നെ മമ്മൂക്ക ഡൈഹാർഡ് ഫാനാണ്. ടൈമൊക്കെയുടെ അഭിപ്രായത്തിൽ ഇങ്ങനെ ടൈമൊക്കെ അല്ല, നമ്മളിപ്പോൾ അങ്ങനെ പറഞ്ഞ് ശീലമായി. രാകേഷിൻ്റെ അഭിപ്രായത്തിൽ എങ്ങനെ ഉണ്ടാവും സിനിമ? നല്ല ഉള്ളത് മനസ്സിലാവുന്നതാണ്. നല്ല ഗംഭീര ഒരു സിനിമയായിരിക്കും മമ്മൂട്ടിയുടെ ടർബോ എന്ന് പറയുന്ന സിനിമ. പ്രതീക്ഷകളെന്ന് പറയുന്നത് ഏറ്റവും ആദ്യത്തെ പ്രതീക്ഷ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത് മമ്മൂട്ടിയാണ്. അതുതന്നെ ഏറ്റവും വലിയ പ്രതീക്ഷ. രണ്ടാമത്തത് സിനിമ ഒരുക്കിയിരിക്കുന്നത് വൈശാഖാണ്. പിന്നെയുള്ളത് നമ്മുടെ മിഥുൻ മാനുവൽ തോമസ്, അതുപോലെ തന്നെ മമ്മൂട്ടി കമ്പനിയാണ് ഈ സിനിമ നിർമ്മിക്കുന്നത്. ഇതുപോലെ ഈ ഒരു സിനിമയുടെ ഒരു ഏറ്റവും വലിയൊരു പ്രതീക്ഷയ്ക്ക് തീർച്ചയായും മാത്രമല്ല, ഇന്ന് ഒരു കാര്യം കൂടി ഞാൻ പ്രത്യേകം പറയാൻ ആഗ്രഹിക്കുകയാണ്. ടൈമൊക്കെ അല്ലെങ്കിൽ രാകേഷ് ഇന്ന് വടക്കുംചേരി ജയഭാരതൊക്കെ പോയി ഇന്ന് ഫ്രാൻസുകാരുമായി ഒത്തൊരുമിച്ച് വീഡിയോ ഒക്കെ ചെയ്തു. പറഞ്ഞോളൂ. അവരുടെ ഒരു റെസ്പോൺസൊക്കെ എടുക്കാൻ പോയി. കാരണം ഞാൻ ഗിരിജ തിയേറ്ററിൽ ഇന്നലെ ഞാനൊരു വീഡിയോ ചെയ്തപ്പോൾ ഗിരിജ തിയേറ്ററിൽ ഒരുപാട് ഫ്ലക്സുകൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ തൃശ്ശൂർ തന്നെ 4-5 തിയേറ്ററിലാണ് ഈ സിനിമ കളിക്കുന്നത്. അപ്പോൾ തൃശ്ശൂരത്തെ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ 1000 യൂണിറ്റ് ഉണ്ടെങ്കിൽ ഈ 1000 യൂണിറ്റും ഇത്രയും തിയേറ്ററുകളിൽ ഫ്ലക്സ് വയ്ക്കണമെങ്കിൽ വലിയൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. കാരണം പണ്ടൊക്കെ ഒരു തിയേറ്റർ അല്ലെങ്കിൽ 2 തിയേറ്ററിലെ സിനിമ വരുള്ളൂ. ഇന്ന് എല്ലാ സ്ക്രീനിലേക്കും സിനിമ കൊടുക്കുമ്പോൾ ഇത്രമാത്രം യൂണിറ്റുകൾ കൂടിയിട്ടുണ്ടോ ഇല്ല എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. ഇത്രയും യൂണിറ്റിൽ ഇത്രയും ഫ്ലക്സ്, അതായത് രാഗം തിയേറ്ററിൽ വെക്കുന്നവർ തന്നെ രാമദാസിലും വെക്കണം, അതേ അവർ തന്നെ ഗിരിജയിലും വെക്കണം. അങ്ങനെ എല്ലാ തിയേറ്ററിലേക്കും വെക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാവരും സാധാരണക്കാരാണ്. 100 രൂപ ഒരു ഫ്ലക്സ് അടിക്കാൻ നമ്മളൊരു സിനിമയ്ക്ക് ഇറങ്ങുമ്പോൾ ആ ഒരു 100 രൂപയല്ല, ഇന്ന് 5 തിയേറ്റർ ഉണ്ടെങ്കിൽ 500 രൂപയാണ് ഒരാൾ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അത് വലിയൊരു ബുദ്ധിമുട്ടാണ് ഇത്ര സ്ക്രീനിലേക്ക് സിനിമകൾ വരുമ്പോൾ ഒരു ഫാൻസിനെ സംബന്ധിച്ച്. പക്ഷേ കൂടുതൽ സ്ക്രീനുകൾ മമ്മൂട്ടി സിനിമയ്ക്ക് കിട്ടാറില്ല. ഇപ്പോൾ ഈ ഒരു സിനിമ 500 സ്ക്രീനിൽ മേലെ കിട്ടിയിരിക്കുകയാണ്. അത് ഹൈപ്പ് കൊടുക്കാറില്ല. സിമ്പിൾ കുറച്ച് സ്ക്രീനിലാണ് സിനിമകൾ ഇറക്കുക. അതുകൊണ്ട് തന്നെയാണ് മമ്മൂട്ടി ചിത്രങ്ങൾക്ക് കളക്ഷനിൽ കുറവ് എന്നുള്ള ഒരു ഫീല് വരുന്നത്. ഇത് നേരെ തിരിയും, എന്തെങ്കിലും കൂടുതൽ സ്ക്രീനിലേക്ക് നമുക്കറിയാം, അത് അറിയും, എന്തെങ്കിലും അറിയും. അപ്പോൾ